ഹലോ. ഹലോ. ആ, നീ പുറത്തേക്ക് പോയിട്ട് വേഗം ഞാന് നല്ല തണുപ്പേനു. ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറുണ്ടെങ്കിൽ എത്തി ഞാൻ. ഇത്ര ആരും കണ്ടിട്ടൊന്നുമില്ല. ഒന്ന് രണ്ട് വാഹനമൊക്കെ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നല്ല തണുപ്പേനു. ഞാൻ വേറെ ഒന്നും കൈ കരുതിയിട്ടില്ലല്ലോ, ഡ്രസ്സൊന്നും. മോളെ അത് 5 മണിക്കുള്ള അളവില് നീ ആ സമയത്ത് തന്നെ വിളിച്ച് വിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ കിടന്നുറങ്ങിപ്പോയനെ. വേറെ എന്തുണ്ടായിരുന്നു അവസ്ഥ? ഒന്നും പറയണ്ട. ക്ഷീണത്തിൽ തന്നെ ഞാനുള്ളത്. വേറെ പരാതിയൊന്നുമില്ലല്ലോ? പരാതിയൊന്നുമില്ല. പരാതി പറയാനൊന്നുമില്ല. ഇന്നലെയാണ് ഞാൻ മനസ്സറിഞ്ഞ്, എന്താ പറയാ, മനസ്സറിഞ്ഞ് അങ്ങ് പെരുമാറിയത്. തണുപ്പൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. മൊത്തം ചൂടേനു. വയറ് നിറയെ ബിരിയാണി കഴിച്ച പോലെയായി. രാത്രി എത്ര മണിക്കാ? 10:30 അങ്ങനത്തെ തുടങ്ങിയല്ലേ? വെളുപ്പിന് 3 മണി വരെ. എന്നാ ഇത്? അതെ, എന്നാ പിന്നെ നിനക്ക് പറഞ്ഞൂടെ മതിയാക്കും. ഞാനാണെങ്കില് കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയാണല്ലേ. ഒന്നും അറിഞ്ഞിട്ടില്ല. നീ എന്നോട് മതിയാക്കാനൊന്നും പറഞ്ഞിട്ടല്ലോ. ആവേശം തരൂല്ലേ ഇതിന്? എങ്ങനെ വേണ്ടി റെഡിയാന്നുള്ള രീതിയില്. തണുപ്പൊന്നുമില്ലല്ലോ മോളെ. ഇന്നലെ അവിടുന്ന് തണുപ്പില്ല, പക്ഷെ പുറത്തിറങ്ങിയ തണുപ്പുണ്ടായിരുന്നു. ചിന്തിക്കാൻ പറ്റുന്നില്ല. എല്ലാം എങ്ങനെയുണ്ടായിരുന്നു? എന്തുണ്ടായിരുന്നു? ശരിക്കും അങ്ങോട്ട് ആസ്വദിച്ചിട്ടില്ലേ? സൗണ്ടില്ല തീരെന്നാ. തണുപ്പ് പിടിച്ചിട്ടാ? സൗണ്ടില്ലായിട്ടല്ല, ഞാനത് നല്ല അമ്മയും അച്ഛനല്ലേ. കുറച്ചൊരു സൗണ്ട് പറഞ്ഞാലേ ഞാൻ ഇവിടെ കേക്കണ്ടേ? റേഞ്ചില്ലാതെ പോലെയുണ്ട്. സൗണ്ട് കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്, അന്നേരം കിട്ടും. അട്ടപ്പാടി സ്ഥലല്ലേ ഇത്? അട്ടപ്പാടി അല്ല, സ്ഥലേ ഉള്ളു അട്ടപ്പാടി. നീ അട്ടപ്പാടി ഒന്നുമല്ല. പോരെ? അല്ല, ഇത്രയും കാലം ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചേ. ഇന്നലെയല്ലേ ശരിക്ക് എന്നാ പറയണ്ടേ? ശരിക്ക് സംഭവമൊക്കെ ഞാനങ്ങ് കാണുന്നേ. മറ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതങ്ങനെ ഇന്നലെ എനിക്ക് സ്വന്തം വീടായത് കൊണ്ടാണ് ഇത്ര ധൈര്യം. അതുകൊണ്ടായിരുന്നു ഒരു അഴിഞ്ഞാട്ടല്ലേ. ഞാൻ വിചാരിച്ചു നീ എന്നെ വിഴുങ്ങുകയോ ചെയ്യാന്ന്. ഞാൻ വിചാരിച്ചു നീ എന്നെ വിഴുങ്ങുന്നു. ക്ലിയർ ആകുന്നില്ല. കുറച്ചും കൂടെ അല്ലെങ്കിൽ ഇപ്പൊ ക്ലിയർ ആയി. നേരെ പിടിക്കട്ടെ. എത്ര വട്ടമാണ്? 3 തവണയാണ്. ഞാൻ പറയുന്നില്ല.
മഴ പറയണ്ടേ എനിക്ക് നടക്കാൻ പറ്റാതെ പോലെയുണ്ട്. അത് ശരിയല്ല കൂടി ഇപ്പൊ അനക്കായ കുറ്റം. കുറ്റല്ല, ഞാൻ പറഞ്ഞതല്ലേ. വേഗം നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം അങ്ങ് നോക്കി. പറഞ്ഞു എന്നെ മറ്റേ പറഞ്ഞ അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ടല്ലോ നിന്റെ കൈമല്. ഇന്നലെയല്ലേ ഫസ്റ്റ് മറ്റേപ്പോ ഓരോരോ പേടിയല്ലേ എനിക്ക്. ഇന്നലെ അല്ലേ ഞാൻ നിന്നെ കൊറേ കാലത്തിന് ശേഷം ഒരു പേടിയില്ലാണ്ട് കണ്ടത്. നമുക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നല്ലേ എന്റേതായ ഒരു. അതാണല്ലേ. ഒരു കാര്യം നീ എല്ലാ ദിവസവും അവിടെ തന്നെ നിന്നോന്ന് തോന്നുന്നു. വേറെ അങ്ങനെ ഇപ്പൊ നിക്കാൻ പറ്റുമോ? എനിക്കതായിരുന്നു സൗകര്യം. നാളെയോ? 2 ദിവസം കൂടി ഉണ്ട്, 2-3 ദിവസം കൂടി ഉണ്ടാവും. ഇന്ന് വരാന്നല്ലേ? ഇന്ന് വരാ ഞാൻ വൈകുന്നേരം. ഇന്ന് വൈകുന്നേരം വരാ. നാളെ ഉണ്ടാവുക? നാളെ ഉണ്ടാവുക? നാളെ നിക്കുവാ? ഞാൻ പഠിക്കാം. ഏടെ മതിയാകെ ആരെങ്കിലും ഇത്രയും നല്ല പോകുമ്പോഴും കിട്ടിയ ഒഴിവാക്കുക. തിന്നോടല്ലാണ്ട്. അത് ഒരു തൊലി പോലും ഇല്ലാണ്ട് എല്ലാം തൊലിയെല്ലാം ഉരിഞ്ഞിട്ടല്ലേ കിട്ടുന്നു. ഒന്നുമില്ല. മോളെ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്ത് തണുപ്പ്. തണുപ്പ് തോന്നില്ല അല്ലേ? എന്തൊരു നല്ലൊരു സുഖയല്ലേ തണുപ്പും ചൂട് വീട്ടിലായിട്ട്. തണുപ്പ് ഒന്നും അറിഞ്ഞിട്ടില്ല. AC കിടന്ന പോലെയല്ല. ഞാന് വെള്ളം നിറച്ച ഒരു ബെഡില്ലേ അതിൻ്റെ അകത്ത് കിടന്ന പോലെ. ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രിയാണ് ഞാൻ കാത്തുനിൽക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നേരത്തെ വരുവേ. സമയത്ത് വന്നാൽ മതി കേട്ടാ. ഒരു 9:30 എത്തും. നേരത്തെ എന്നാ ഞാൻ വിളിക്കൂ. വിളിക്കണമെന്നില്ല, ഞാനങ്ങ് വന്നോളാം. നേരത്തെ വന്ന അത്രയും കൂടുതൽ എനിക്ക് കടിച്ച് തിന്നാലോ. കടിച്ചു തിന്ന കുടിക്ക. കുടിക്കാറാണ്. തിന്നുകയും ചെയ്യാം കുടിക്കുകയും ചെയ്യാലോ. പിടിക്കാതെന്നാ എന്നെയാ വരുമ്പോഴാ. അത് ശരി. ഞാൻ വെച്ച് പിടിക്കാണ്ടെന്നാ വെച്ചിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമായുള്ളൂ. അത് ഞാൻ നോക്കി വന്നോളൂ. അത് കുഴപ്പമില്ല. കാരണം ഇല്ല, പട്ടി ശല്യൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് 1-2 വാഹനം വരുന്നതാണെന്ന് എനിക്ക് സംശയമില്ല. നമ്മളെ അറിയുന്ന ആരെങ്കിലും ഞാനെന്തിനോട് ഈ ഭാഗം പോയി അങ്ങോട്ടും ചിന്തിക്കുന്ന ഇല്ല. അതൊക്കെ അങ്ങ് സ്പീഡ് പോകുന്നുണ്ടോ? അതെ. അതെ, എന്നാലും എനിക്ക് നമ്മളെ വണ്ടിയെ കാണുന്ന ഒരു സംശയം. ഇല്ല, അത് എന്റെ ഒരു പേടി. അതല്ലാണ്ട് ആർക്കും മനസ്സിലാവുന്ന വെച്ചിട്ടില്ല. നമുക്ക് എന്തായാലും സംശയം തോന്നില്ല. ആ ഒരു സംശയം. വിളിച്ച് സൽക്കരിച്ച് തരുന്ന സദ്യയാണെങ്കിലും പുറത്തുള്ളവർ കാണുമ്പോയിരിക്കൂലേ. അതുകൊണ്ടുള്ള സംശയം കൊണ്ട് തോന്നിയതാ. പല വഴിക്കും പോകാനുണ്ടാവില്ലേ.
എന്തിനായാലും എന്താ പറയാ, ചന്തങ്ങന്റെ കൈക്കൊക്കെ തൂക്കി വളരെ ഇന്ന് ഇന്ന് അല്ലേ രാത്രി വന്നാലെങ്ങനെ യാത്ര വന്നാലാ. വേറെ എന്തെങ്കിലും ഉണ്ടോ പുതിയ ഐറ്റം? നീ കറക്റ്റ് ഇന്നലെ തമ്മിൽ നിന്നാ മതി. പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഉം. 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 നീ ഇന്നലെ തമ്മിൽ ഫുള്ള് സെറ്റാക്കാൻ വന്നു കഴിഞ്ഞാ എനിക്ക് ഏതൊക്കെ ഐറ്റം വേണം, എങ്ങനെ വേണം, ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി. ഈ 2-3 ദിവസം കൊണ്ട് ഇതുവരെ കാണാത്ത കുറെ അഭ്യാസങ്ങളുണ്ട്. അതൊക്കെയാണ് എനിക്ക് ഞാൻ കാണിച്ചത്. ഞാൻ പറഞ്ഞ ഇപ്പൊ തന്നെ ഞാൻ വരും. ആ രീതിയിലുണ്ട്. പൊളിച്ചക്കല് പോയി പണിക്കൊന്നും പോണ്ട. പൊളിച്ചക്കന്നെ പോയിന്. പക്ഷെ അതിലേക്ക് ബന്ധ പണിക്ക് പോക്കാണ്. ഞാൻ പറഞ്ഞ ഞാൻ പോകും. ഞാൻ പോകും. ഞാൻ വീട്ടിന്ന് ചോദിച്ചിട്ടില്ലേ? വീട്ടിന്ന് ചോദിച്ചിട്ടില്ലേ? ഞാൻ വേറെ ആവശ്യത്തിന് ഒരു കൂട്ടുകാരനന്തരം പോയതാന്ന് പറഞ്ഞു. ഇന്നെന്തൊക്കെ പറയാ, അങ്ങനെ ചോദിക്കൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും പറയാ. ഇതൊക്കെ വീണ് കിട്ടുന്ന അവസരങ്ങളല്ലേ. നമുക്ക് രണ്ടാക്കും വീണ് കിട്ടുന്ന അവസരല്ലേ. അവിടെ പോയെങ്ങനെ പറ്റുമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഇന്നലത്തെ പോലെ അധികം വാവളന്ന് പിടിക്കണ്ട. പിന്നെ അടക്കാൻ പോയിട്ട് ഫോണിന്റെ അകത്ത് മറ്റൊരു ശബ്ദം ഞാൻ പറയാം. അധികം വാ തുറന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വായിൽ എന്തെങ്കിലും എടുത്ത് വെച്ചാലോ എന്നെല്ലാം വിചാരിച്ചു. തിന്നാനേ ഞാൻ ഐസ്ക്രീം ഒക്കെ കൊണ്ടാണല്ലോ വരുന്നത്. അത് തിന്നിന്. പക്ഷെ ഇന്നലെ ആയിരുന്നല്ലേ തിന്നാണ് സമയം. വേഗം വൈകുന്നേരം രാത്രി 9:30. ഓക്കെ, നീ വിളിക്കണമെന്നില്ല, ഞാൻ വരും. വിളിക്കുവല്ലേ? ശരി.